കഥ തുടങ്ങുമ്പോൾ വിവാഹം നടക്കുന്ന വീടാണ് കാണിക്കുന്നത്. അവിടെ പ്രിയ ഒരുങ്ങുകയാണ്. ആ സമയം അവിടെ വരുന്ന ബാല എന്നെ സ്നേഹിച്ച് ചതിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് പ്രിയയോട് പ്രശ്നമുണ്ടാക്കുമ്പോൾ പ്രിയ ബാലയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതൊരു വിചിത്ര വിവാഹമാണെന്നും ഈ പാലസിലെ സ്ത്രീയുടെ ആഗ്രഹത്തിന് വേണ്ടിയാണെന്നും വിവാഹം കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ സ്വർണവും പണവും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്നും പറയുകയാണ്. ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്ന പ്രിയ ബാലയെ അലമാരയുടെ അകത്ത് ഒളിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മണ്ഡപത്തിൽ വന്ന് നോക്കാൻ ബാലയോട് പറയുകയാണ്. ആ സമയം അവിടെ ഒരു സ്ത്രീ വരികയും അത് കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് പ്രിയയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അവർ പോയതിനു ശേഷം അലമാരയുടെ പുറത്ത് വരുന്ന ബാല മണ്ഡപം നോക്കി പോകുന്ന സമയം ഒരു റൂമിൽ നിന്ന് സൗണ്ട് കേട്ട് ആ റൂമിന്റെ അകത്തേക്ക് ബാല പോകുമ്പോൾ ബാലയുടെ അലറിയുള്ള വിളിയാണ് ശേഷം കേൾക്കുന്നത്. അടുത്ത സീനിൽ മണ്ഡപത്തിലേക്ക് വരുന്ന പ്രിയ ചുറ്റും നിൽക്കുന്ന പാവിയായ ആളുകളെ കണ്ട് ചെറിയ പേടിയോടെയും അതിശയത്തോടെയും നിൽക്കുകയാണ്. മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന പാവിയായ മധുവിനെ കണ്ട് ചിരിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് പ്രിയ. ഓരോ ചടങ്ങ് നടക്കുമ്പോഴും പ്രിയയ്ക്ക് ചിരി വരികയാണ്. അവസാനം ആ സ്ത്രീ പ്രിയയ്ക്ക് ആ പാലസിൽ താക്കോൽ കൊടുത്തിട്ട് ഇനി മുതൽ ഇവിടെയുള്ള എല്ലാ പ്രിയയുടേതാണെന്നും മധുവിനെ പിണക്കാതെ നോക്കണമെന്നും പറയുകയാണ്. എന്നിട്ട് മധുവിനോട് പ്രിയയുമായുള്ള വിവാഹം കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മധു തല അനക്കുകയാണ്. ആ നിമിഷം തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് ഓടുകയാണ്. ഗേറ്റിന്റെ അടുത്തെത്തുന്ന ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയ, എന്നോട് ക്ഷമിക്കണം, ഞാൻ സഹിച്ചതുപോലെ നീയും സഹിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പ്രിയ ലോക്കറിൽ നിന്ന് സ്വർണവും പണവും എല്ലാം എടുത്ത് വളരെ സന്തോഷത്തോടെ പാക്ക് ചെയ്യുകയാണ്. ബാല വന്നാലുടൻ പോകാമെന്ന് പറഞ്ഞാണ് പ്രിയ ഇരിക്കുന്നത്. പക്ഷേ ബാല അവിടെയുള്ള കട്ടിലിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്നത് പ്രിയ അറിയുന്നില്ല. ശേഷം ഫോണിൽ കൂടി ബാല രാവിലെ വരാമെന്നും അത് കഴിഞ്ഞ് നമുക്ക് വിവാഹം കഴിക്കാമെന്നും പ്രിയയോട് പറയുമ്പോൾ പ്രിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ പ്രിയയ്ക്ക് കുളിമുറിയിലും ഡ്രസ്സ് മാറുമ്പോഴും ആരോ അവിടെ ഉള്ളതായി തോന്നുകയാണ്. ഡ്രസ്സ് മാറിയതിനു ശേഷം നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയ. ബാലയുമായുള്ള പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഉറങ്ങാൻ കിടക്കുകയാണ് പ്രിയ. പ്രിയ കിടക്കാൻ പോകുന്ന സമയം മധു ചേറിലിരിക്കുകയായിരുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ മധു അടുത്ത് കിടക്കുന്നത് കണ്ട് പേടിക്കുകയാണ് പ്രിയ. ഈ പാവ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പ്രിയ. ദേഷ്യം വരുന്ന പ്രിയ പാവയെ എടുത്തിട്ട് പാവയോട് ആ സ്ത്രീ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു, ഈ പാവയുണ്ടെങ്കിലല്ലേ എന്നെ പേടിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രിയ ആ പാവയെ എടുത്തുകൊണ്ട് പോയി പുറത്ത് വെച്ച് കത്തിക്കുകയാണ്. പാവ കത്തുന്നത് കാണുന്ന പ്രിയ അവിടെ നിന്ന് പോയി ബാലയെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ബാല കുറച്ചു സമയം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പ്രിയയെ സമാധാനിപ്പിക്കുന്ന സമയം പ്രിയ ഫോണിന്റെ കണക്ഷൻ കട്ടായിരിക്കുന്നത് കാണുകയാണ്. അത് കാണുന്ന പ്രിയയ്ക്ക് ഞാൻ ആരോടാണ് ഇത്രയും നേരം സംസാരിച്ചതെന്ന് പറഞ്ഞ് പേടി തോന്നുന്ന പ്രിയ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടി റൂമിന്റെ അകത്ത് പോകുന്ന പ്രിയ കാണുന്നത് പാവ ചേറിലിരിക്കുന്നതാണ്. അവിടെ നിന്ന് പേടിച്ചോടുന്ന പ്രിയയുടെ മുമ്പിൽ ബാലയുടെ ഡെഡ് ബോഡി വീഴുകയാണ്. അതിന്റെ അടുത്തായി രക്തത്തിൽ നീ എന്റേതാണ് പ്രിയ, എന്നെ വിട്ടു പോകരുത് എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ച് പേടിച്ച് നിൽക്കുകയാണ് പ്രിയ. ബാല മരിച്ചു കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന പ്രിയ മധുവിന്റെ അടുത്ത് പോകുമ്പോൾ മധു അനങ്ങുന്നത് കണ്ട് പേടിക്കുകയാണ് പ്രിയ. പ്രിയ അവിടെ നിന്നും പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന മധു സംസാരിക്കുകയാണ്. പാവകൾ ഉണ്ടാക്കുന്ന സൗദാമിനി ആദ്യമായി മനുഷ്യന്റെ വലുപ്പമുള്ള പാവയുണ്ടാക്കുന്നു. ആ സമയം സൗദാമിനിയുടെ ഭർത്താവിന്റെ തലയിൽ ഫാന് വന്ന് വീണ് അയാൾ മരിക്കുന്നു. അത് കണ്ട് വിഷമം വരുന്ന സൗദാമിനി മന്ത്രവാദം ചെയ്ത് അയാളുടെ ആത്മാവിനെ ആ പാവയിലേക്ക് ആക്കുകയാണ്. പക്ഷേ കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് സൗദാമിനിക്ക് ആ പാവയിലുള്ളത് ഭർത്താവിന്റെ ആത്മാവല്ല എന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കുടുങ്ങി പോവുകയാണ് സൗദാമിനി. ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് പ്രിയയുടെ ഫോട്ടോ കാണിച്ച് മധുവിനോട് സൗദാമിനി ഞാൻ വയസ്സായി, ഇനി മധുവിന്റെ കാര്യങ്ങൾ നോക്കാൻ പുതിയൊരു ഭാര്യ വേണമെന്ന് പറഞ്ഞ് മധുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് ഈ വിവാഹം നടത്തിയത്. അടുത്ത സീനിൽ പ്രസന്റ് ആണ് കാണിക്കുന്നത്. പ്രിയ വയസ്സായി. പ്രിയ മധുവിന് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പുതിയ ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കുമോ എന്ന് പറയുന്നതും കാണിച്ച് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.